നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ കണ്ണീൻ മണി പോലെ കാട്ടിടുമേ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ കണ്ണീൻ മണി പോലെ കാട്ടിടുമേ. അന്ത്യം വരെ വാഴുവാതെയവ താങ്ങി നടത്തിടും പൊൻ കരട്ട ആഴലേറും ജീവിത മറുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിത മറുവിൽ നീ തളരുകയോ ഇനി സഹജേ. ദൈവമേ, ഞാൻ ആര്? ഞാനൊരു കൃമി, ഞാൻ നിസാരൻ. പക്ഷെ ക്രിസ്തു യേശു എൻ്റെ ജാതി നോക്കാതെ, എൻ്റെ പഴയ ചരിത്രം നോക്കാതെ, എൻ്റെ പഠിത്തം നോക്കാതെ, എൻ്റെ പൗസ് നോക്കാതെ എൻ്റെ ഉള്ളിൽ വന്നതിനാൽ ഞാൻ നിസാരനല്ല, ഞാൻ ഭയങ്കരൻ. ഞാൻ തള്ളിക്കളയപ്പെട്ട കല്ല്. ദൈവം എന്നെ മൂലക്കല്ലായി മാറ്റിത്തീർത്ത്. ഞാൻ ആര്? മൂന്നാമത് എസെക്കിയേൽ പ്രവചനം 33:2 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഞാനാർ. ദൈവം അരുളി ചെയ്യുന്ന, നീ ദേശത്തിൻ്റെ കാവൽക്കാരൻ. ആമേൻ. യു ആർ എ വാച്ച് ഗാഡ്. നീ ഒരു കാവൽക്കാരൻ. നശിച്ചു പോകുന്ന ദേശത്തിന് നേരെ കാഹളമൂതി ഓർമ്മപ്പെടുത്തുവാൻ. ഓർമ്മപ്പെടുത്തുക എന്നുള്ള പദം റിമെമ്പർ ചെയ്യുക എന്നല്ല, വാൺ ദം, താക്കീട് നൽകുവാൻ, എച്ചരിപ്പ് നൽകുവാൻ, വാൺ, മുന്നറിയിപ്പ് നൽകുവാൻ. പോകുന്ന പാത നാശം, യേശു ഇല്ലാതെ പോകുന്ന മാർഗം നാശം എന്ന് മുന്നറിയിപ്പ് നൽകുവാൻ, ഓർമ്മപ്പെടുത്തുവാൻ, കാഹളമൂതി നാശത്തിലേക്ക് പോകുന്ന ദേശത്തെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ നിന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന കാഹളമൂതി മുന്നറിയിപ്പ് നൽകുവാനുള്ള ഒരു കാവൽക്കാരൻ. ഞാനൊരു ദേശത്തിൻ്റെ കാവൽക്കാരൻ. എസെക്കിയേൽ 33:7 ഒരു ഭയങ്കരമായ വചനമുണ്ട്. നീ, ദൈവം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട്, പാട്ടുപാടിയല്ല, 2 ചുവട് നൃത്തം ചെയ്ത് ആളുകളെ ആകർഷിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോയല്ല. ചുവട് ചവിട്ടി നൃത്തം ചെയ്തുള്ള പാട്ട് ലൂസിഫറുടെ ആയുധം. പുറപ്പാട് 32:19. കാളക്കുട്ടിയുടെ ആയുധം. ദൈവമക്കളുടെ ആയുധം വചനം, പ്യുവർ വേർഡ്, പരിശുദ്ധ വചനം. എൻ്റെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം നീ കേട്ട്, എൻ്റെ നാമത്തിൽ, ഇത് രണ്ടുമില്ലാതെ സുവിശേഷം ഇല്ല. ആമേൻ. God's name is supreme. The name of Jesus Christ is supreme. ഫിലിപ്പിയർ 2:10 സ്വർലോകത്തിലുള്ളോർ, ഭൂലോകത്തിലുള്ളോർ, ഭൂമിക്ക് താഴെ അധോലോകത്തിലുള്ളോർ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? നൺ, വേറെ ആരുമില്ല. സർവ്വ ആളുകളുടെ മുഴങ്കാലും മടങ്ങുന്ന ഏകനാമം ക്രിസ്തുവിൻ്റെ നാമം. ആ നാമത്തിൽ നീ ഓർമ്മപ്പെടുത്ത്, താക്കീത് കൊടു, മുന്നറിയിപ്പ് കൊടു, എച്ചരിപ്പ് കൊടു. നീ കാവൽക്കാരൻ. நான் தேசத்தின் காவல்காரன். நான் தெய்வ சன்னதியில் பயங்கர நிசாரன் அல்ல. நான் புழுவல்ல.
நான் பலகீனன் எங்கிலும் கிறிஸ்துவின் நாமத்தில் நான் சக்தன். ஆமென். மூணாமது பைபிள் நம்ம படிப்பிக்கின்னு 2 கொரிந்தியர் 2:15 രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. ആമേൻ. നശിച്ചു പോകുന്നവരുടെ ഇടയിൽ ദൈവത്തിന് ഞാൻ கிறிஸ்துவிന്റെ சௌரபியவாசன. தமிழில் மிக அழகாக எழுதப்பட்டிருக்கிறது, நான் ஒரு நற்கந்தம். நற்கந்தம், ஸ்வீட் சேவர், துர்கந்தம் அல்ல. சமூகத்தில் ஸ்தாபிக்கப்பட்டிருக்கின்ற சபா சமூகத்தின் ஒரு துர்கந்தம் அல்ல, நற்கந்தமாக இருக்கணும். ആമേൻ. ഇടയ്ക്ക് നിങ്ങൾക്കൊരു പുതിയ ഗവൺമെൻറ് ലഭിച്ചു. ഇതിൽ ഒരു കൂട്ടം മന്ത്രിമാരുണ്ട്. സത്യപ്രതിജ്ഞ എടുത്തപ്പോൾ 2 മന്ത്രിമാർ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ്റെ പേർ ധരിച്ചിരിക്കുന്ന 2 മന്ത്രിമാർ. ഈ 2 പേർ മാത്രം സത്യപ്രതിജ്ഞ എടുത്തപ്പോൾ ദൈവം എന്നുള്ള പദം ഒഴിവാക്കി സത്യപ്രതിജ്ഞ എടുത്ത്. ലജ്ജാകരം, ലജ്ജാകരം, ക്ഷയം. പറയണമോ? ഒരിക്കൽ കൂടെ പറയണം. മനസ്സിലായോ? ഈ മന്ത്രിമാരിൽ ക്രിസ്തുവിൻ്റെ മാറിൽ ചാർന്നിരുന്ന ഒരു അപ്പോസ്തലൻ്റെ പേര് ധരിച്ചിരിക്കുന്ന ഈ 2 പേരും, ഈ മന്ത്രിമാർ 2 പേരും മാത്രം ദൈവം എന്നുള്ള പദം ഉച്ചരിച്ചേയില്ല. അതിൻ്റെ പേരാണ് നർഗന്ധമല്ല, ദുർഗന്ധം. ദുർഗന്ധം. ദൈവം നിന്നെയും എന്നെയും വിളിച്ചിരിക്കുന്നത് സമൂഹത്തിലെ സഭയിലെ ദുർഗന്ധമായി ജീവിക്കുവാനല്ല, നർഗന്ധം, സൗരഭ്യ വാസന. സമൂഹത്തിലെ സൗരഭ്യ വാസന. ഞാൻ ഒരു കാവൽക്കാരൻ, ഞാനൊരു ക്രിമിയല്ല, ക്രിസ്തു നിമിത്തം ഞാൻ ബലവാൻ, ശക്തൻ. 6 യോഹന്നാൻ 8:31 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന യോഹന്നാൻ 8:31 തങ്ങൾ വിശ്വസിച്ച യഹൂദന്മാർക്ക് ക്രിസ്തു യേശു താക്കീത് നൽകുന്ന നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നത് ഒരു വിശ്വാസിയായിട്ട് അല്ല, നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നത് എൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്ന ശിഷ്യനായി. ഞാനൊരു ശിഷ്യൻ. ഞാൻ വിശ്വാസിയല്ല, ഞാൻ കർത്താവിൻ്റെ ശിഷ്യൻ. ഞാൻ യേശുവിൻ്റെ ശിഷ്യൻ, കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്ന ശിഷ്യൻ. യോഹന്നാൻ 15:14 ആർ ശിഷ്യൻ? കർത്താവിൻ്റെ കൽപ്പന അതുപോലെ അനുസരിക്കുന്നവൻ ശിഷ്യൻ. ആർ ശിഷ്യൻ? ലൂക്കോസ് സുവിശേഷം 9:23 നമ്മ പഠിപ്പിക്കുന്നു, യേശുവിന് അവന്റെ കുരിശെടുത്ത് അനുഭവിക്കുന്നവൻ ശിഷ്യൻ. ആർ ശിഷ്യൻ? നീതി നിമിത്തം കഷ്ടത വരുമ്പോൾ മുഖം ചുളിക്കുന്നവനല്ല, സന്തോഷിക്കുന്നവൻ ശിഷ്യൻ. കൊലോസ്യർ 1:24, ഫിലിപ്പിയർ 1:29, 2 തിമോത്തിയോസ് 3:12 ക്രിസ്തു യേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ള എല്ലാ പേർക്കും ഭൂലോകത്തിൽ നിന്ന് ലഭിക്കുന്നത് ഉപദ്രവം. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തു വിശ്വസിപ്പാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും ദൈവം നിങ്ങൾക്കും എനിക്കും വരം തന്നിരിക്കുന്നു. കൊലോസ്യ സഭയ്ക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച പൗലപ്പോസ്തലൻ കൊലോസ്യർ 1:24 എഴുതുന്നു,
നിങ്ങളുടെ കഷ്ടത നിമിത്തം, നിങ്ങളുടെ കഷ്ടത ഞാൻ വഹിക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നത് സന്തോഷം. ആ അവസ്ഥയെല്ലാം മാറി. ഇന്ന് ആളുകളുടെ ചിന്ത ആരുടെയെങ്കിലും തോളിൽ ഒന്ന് കയറണം, ജീവിതം സുഖമായിരിക്കണം. മാറിപ്പോയി. പലരുടെയും സ്നേഹം തണുത്ത്. ഈ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഡൽഹിയിൽ നിന്ന് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ്. എൻ്റെ ഏക പച്ചക്കുഞ്ഞ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ, ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ്, കൃത്രിമ ശ്വാസം. എൻ്റെ കുഞ്ഞ് ICUലായതുപോൽ എനിക്കൊരു ഉണർവ് ദൈവം നൽകി. ദൈവസന്നിധിയിൽ കരഞ്ഞ ആ സെക്കൻഡിൽ കുഞ്ഞിനെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ നിന്ന് മാറ്റി ഈ കൃത്രിമ ശ്വാസത്തെ എടുത്തു മാറ്റി. മാറണം, ചിന്തകൾ മാറണം. നിന്നെയും എന്നെയും ജീവനോട് ഭൂമുഖത്ത് വച്ചിരിക്കുന്നത് വയറിന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടിയാണ്. അവൻ ശിഷ്യൻ. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 8-ാം വചനം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് നിങ്ങളിൽ മഹത്വപ്പെടും. അങ്ങനെ നിങ്ങൾ, ക്രിസ്തു അരുളി ചെയ്യുന്ന, നിങ്ങൾ എൻ്റെ ശിഷ്യനാകും. വളരെ ഫലം കായ്ച്ച് നിങ്ങൾ യഹോവ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കുന്നതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യനാകും. അങ്ങനെ നിങ്ങൾ മഹത്വപ്പെടും. അങ്ങനെ നിങ്ങൾ ഫലം കായ്ച്ച് എൻ്റെ ശിഷ്യനാകും. ഫലം കായ്ക്കുന്നവൻ അല്ല മരത്തിൽ ആളുകൾ പറയും, ഓ പച്ച, എന്തൊരു പച്ച, എന്തൊരു ഭംഗി. കർത്താവ് അരുളി ചെയ്യുന്ന സങ്കീർത്തനം 37-35, ദുഷ്ടൻ പച്ചവൃക്ഷം, ഇല മാത്രമുണ്ട്, ഫലമില്ല. MLA, മന്ത്രി, പോപ്പ്, ബിഷപ്പ്, സെക്രട്ടറി, IAS, യേശു എന്നാൽ പുച്ഛം. യേശു എന്നാൽ പുച്ഛം. അവൻ പച്ച ഇലയാണ്, വെറും പച്ചയില. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദുഷ്ടതയുടെ അടയാളം. അതാണ് കർത്താവ് അത്തിമരത്തെ ശപിച്ചത്. അവൻ എടുത്തു മാറ്റപ്പെടും. അവൻ നിൽക്കുന്നത് വഴുവഴുപ്പിൽ. അടുത്ത മിനിറ്റ് അവൻ കാണുന്നത് 0. പക്ഷേ ദൈവത്തിൻ്റെ ശിഷ്യനോ, അവൻ വേരിലും ഫലം കായ്ക്കും. വേരിലും കണ്ടിട്ടുണ്ടോ? വേരിലെ ഫലം കണ്ടിട്ടുണ്ടോ? ഷഡിസവാക്യം 12-ാം അധ്യായം 12-ാം വചനത്തിൽ വൃക്ഷത്തിന്റെ വേരിലും, ശിഷ്യന്റെ വൃക്ഷത്തിന്റെ വേരിലും 25 വർഷം വരെ മക്കളില്ലാത്ത ആബ്രഹാമിനെയും അതുപോലെ ആളുകളെയും കർത്താവ് തലമുറ കൊടുത്ത് അനുഗ്രഹിച്ചത് നാം കേട്ടിട്ടുണ്ട്. 25 ആണ്ടും പ്ലസ് ഒരാഴ്ചയും ഹോപ്പ്ലെസ്. അന്നും സുന്ദർ സിംഗിനെ കൈവിടാതെ ഒരു അഭിഷേക് സുന്ദർ സിംഗിനെ തന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതാണ് വൃക്ഷത്തിലെ ഫലം. പ്രത്യാശ നഷ്ടപ്പെട്ടു വന്നിരിക്കുന്നുവോ? ആ മതിലുകളെ ഉടച്ച് തകർത്ത് നിന്റെ ജീവിതത്തിൽ ഇന്ന് പ്രത്യാശ നൽകുവാൻ തമ്പുരാൻ ഇവിടെ ഉണ്ട്. പച്ചയില കണ്ട് ഓ ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കുന്നെന്ന് പറയരുത്. ആ പച്ചയിലയാണ് ദൈവം ശപിച്ച് പൂജ്യമാക്കിയത്. ഫലമുണ്ടോ? അവൻ ശിഷ്യൻ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ കാവൽക്കാരൻ, ഞാൻ ശിഷ്യൻ.